കാർഷിക മേഖലയിൽ സമഗ്രമായ പാക്കേജ്, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആധുനികമായ സങ്കേതങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ച് MS സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് ഉൽപാദന ചെലവ് പ്ലസ് 50% തറവില നിശ്ചയിച്ച് കർഷകരുടെ കണ്ണീരിന് പരിഹാരമുണ്ടാക്കും. നെൽകർഷകരെ, മാമ്പഴ കർഷകരെ, പച്ചക്കറി കർഷകരെ, കരിമ്പ് കർഷകരെ, എല്ലാ വിഭാഗം കർഷകരെയും നമ്മൾ ചേർത്ത് നിർത്തും. കർഷകരെ ഉപേക്ഷിച്ചാൽ മണ്ണിനോട് അദമ്യമായ ബന്ധമുള്ള കർഷകർ. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളോട് 35 സംഘടനകൾ വന്ന് പാലക്കാട് സംസാരിച്ചു. സംവദിക്കാം പുതുയുഗത്തിനായി എന്നായിരുന്നു അതിന്റെ പേര്. 41 സംഘടനകൾ വന്നു. ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, UDF ഒരാഴ്ചക്കുള്ളിൽ പാലക്കാട് ഡോക്യുമെന്റ് തയ്യാറാക്കും. പാലക്കാടിന് പ്രയോറിറ്റി, മുൻഗണന, കാർഷിക മേഖല, വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ പാലക്കാടിന്റെ പ്രശ്നങ്ങൾ വെറുതെ രേഖയുണ്ടാക്കുകയല്ല, സമയബന്ധിതമായി അത് പരിഹരിക്കും. അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ജനപ്രതിനിധികൾ ശ്രീ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കും. ആ പാലക്കാട് ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിന്റെ ചുമതല ശ്രീ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാം, ശ്രീ ഷാഫി പറമ്പിലുണ്ടാവും, എല്ലാവരും ചേർന്ന് തയ്യാറാക്കും. നമ്മൾ അതിന് പരിഹാരമുണ്ടാക്കും.